ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഒരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റിൽ തന്നെ നമുക്കിവിടെ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു. പിന്നീട് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ്. ത്രീ ഓഫ് പെന്റക്കിൾസ്. ഒട്ടിയിരിക്കുവാണ്. ഹാങ്ഡ് വൺ. ടു ഓഫ് കപ്സ്. ഒരു കാർഡ് എടുക്കാവേ. ദ വേൾഡ്. വളരെ നല്ല എനർജിയാണ്. ബോട്ടം വന്നിരിക്കുന്നത് ഡെത്താണ്. ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റക്കായി, ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഇന്ന് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ പല കാര്യങ്ങളും അവസാനിച്ചെന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവാം, അല്ലേ? ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എൻഡായി പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വരും. മനസ്സിലായി? എൻ്റെ ഇടത്തു നിന്നുമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുന്നത്. ഏത് കാര്യമായാലും അങ്ങനെയാണല്ലോ. അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ എൻഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ഒരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിനായിട്ട് ചിലപ്പോൾ നല്ലൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി പ്രേ ചെയ്തിട്ടുണ്ടാവണം. അതുമല്ല എങ്കിൽ ഇനി അത് ഒരിക്കലും എന്നിലേക്ക് വരില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന സാഹചര്യവും ആവാം. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബാക്കിൽ വന്നിരിക്കുന്നത് 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കാരണം കാത്തു നിൽക്കുന്നതിനൊരു മറുപടി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്, പക്ഷെ ആരോ നിങ്ങളിലേക്ക് അതിനായിട്ട് ഒരു പ്രത്യാശ എന്ന വിധം നിങ്ങളിലേക്ക് എന്തോ ഒരു മെസ്സേജോ അല്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളിലേക്ക് വന്ന് പറയുന്ന എനർജിയാണ്. കാരണം നിങ്ങൾ ഇനിയും കാത്തിരിപ്പ് മതിയാക്കൂ, നിങ്ങളിലേക്ക് അത് വരുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ ദൈവാനുഗ്രഹമാണ്. കാരണം നിങ്ങളിവിടെ ഈ ഒരു എനർജിക്ക് വേണ്ടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു കാർഡിൽ കാണുന്നത് അങ്ങനെയാണ്. ഇവിടെ അതുപോലെ തന്നെ എൻ്റെ ഇടത്തു നിന്നും നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും, അത് സാമ്പത്തിക കാര്യങ്ങളാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുമാകാം, അതുപോലെ തന്നെ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യമാകാം. ഇവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ആദ്യം നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ 5 ഓഫ് പെന്റക്കിൾസിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ വേർപെട്ടു പോകുന്നു എന്നുള്ളതാണ്. ആരോടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പിണങ്ങി മാറുന്ന എനർജിയാണ്. അതായത് ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലേക്ക് പോകുന്നു. എന്തോ നിങ്ങൾ കൂട്ടുചേർന്ന വ്യക്തികളുമായിട്ട്, ഇനി ആരുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ വിശ്വസിച്ച് ചിലപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട്, ഒരു നഷ്ടം നിങ്ങൾക്ക് അതിനിടയിൽ സംഭവിച്ചത് കാരണം നിങ്ങൾ തമ്മിൽ പരസ്പരം വേർപെട്ടു പോകേണ്ടതായ ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ
നിങ്ങൾക്ക് ഈ ഒരു വിഷമം ഉണ്ടാകുന്നത് ഇവിടെ നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റുന്ന എനർജിയിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് താഴെ 3 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് വീണ്ടും നിങ്ങൾ സാമ്പത്തികം നേടിയെടുക്കുന്ന എനർജി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്നു, ഇവിടെ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയോ നിങ്ങൾ സന്തോഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്തെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ട്. ഇനി അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനോ, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ വരാനോ, സന്തോഷത്തിലേക്ക് പോകാനോ ഉള്ള എനർജിയാണ്. ഇനി അതുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുകയോ അത് അല്ല വേറെ ഏതെങ്കിലും കാര്യത്തിൽ എൻജോയ് ചെയ്യുന്നതോ, ചിലപ്പോൾ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും പ്രൊമോഷനോ മറ്റോ കിട്ടി സന്തോഷിക്കുന്നതോ, കുട്ടികളുടെ ബർത്ത്ഡേക്ക് സന്തോഷിക്കാം, വിവാഹ കാര്യങ്ങൾ എല്ലാം ഒത്തുകൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സന്തോഷം ഉണ്ടാവാം, പുതിയ വീട് വാങ്ങിക്കുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ സന്തോഷിക്കുന്ന എനർജിയാണ്. ഇവിടെ അങ്ങനെ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇത്രയൊക്കെ സന്തോഷിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവാനുഗ്രഹം കൊണ്ടാണ്, അല്ലേ? അപ്പൊ അവിടെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാലാഖയുടെ അനുഗ്രഹമാണ്. പലരും ഇവിടെ സന്തോഷിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തുചേർത്ത് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഒത്തുകൂടി വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ് കൂടി നിങ്ങളോടൊപ്പം വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ 2-3 പേര് കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി ചെയ്തിട്ട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രോഗ്രസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഐശ്വര്യത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നഷ്ടപ്പെട്ടതിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നേടാൻ സാധിക്കും. എന്തെങ്കിലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ വിചാരിക്കണം, എനിക്കിത് അവസാനത്തെ വാക്കല്ല, അല്ലെങ്കിൽ അവസാനത്തേതല്ല എൻ്റെ ഈ ഒരു ദുഃഖം. എനിക്കിതിനും അപ്പുറത്തായിട്ട് പല കാര്യങ്ങളും വന്നു ചേരാനുണ്ട്, വന്നു ചേരുക തന്നെ ചെയ്യും. ഞാനത് നേടിയെടുക്കും. ഐ ആം കേപ്പബിൾ. ഞാൻ അതിന് കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തിയാണ്. എന്നെ കൊണ്ട് എന്താണ് സാധ്യമല്ലാത്തത്? എനിക്കെല്ലാം സാധ്യമാക്കി എടുക്കാൻ പറ്റും. മനസ്സിലായി? നിങ്ങൾക്ക് കഴിവില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കണം. എന്തെല്ലാം കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വരുന്നത് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. അതുകൊണ്ട് വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മുന്നോട്ട് വളരെയധികം ധൈര്യപൂർവ്വം വരികയാണ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിൽ വിശ്വാസമർപ്പിക്കുക. യൂണിവേഴ്സ് ഉണ്ട്, എനിക്കെല്ലാം ചെയ്തു തരും. എനിക്ക് വേണ്ടത് വേണ്ടപ്പോൾ തരുന്നത് യൂണിവേഴ്സ് ആണ്. അതെനിക്ക് ഇനിയും തന്നുകൊള്ളും എന്നുള്ള പരിപൂർണമായ ഫെയ്ത്തിലൂടെ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. എല്ലായ്പ്പോഴും താങ്ക് യു പറഞ്ഞു, ഫർഗിവ്നെസ് പറഞ്ഞു ഒക്കെയും നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. അതുപോലെ മറ്റു ചിന്തകളൊന്നും, അനാവശ്യകരമായ ചിന്തകളെ മനസ്സിൽ കൊണ്ടു നടക്കാതെ, മറ്റുള്ളവരെ ചതി ചെയ്യണം, മറ്റുള്ളവരോട് ചീറ്റിങ് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കണം, ചതിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടത കാണിക്കണം, പ്രതികാരം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടേ എങ്കിൽ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് വരാൻ കഴിയും. 8 ഓഫ് വാൻസിന്റെ എനർജി കണ്ടില്ലേ? ഇത് വളരെയധികം സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ളതാണ്. നല്ലൊരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇതുവരെയും കിട്ടത്തില്ല, ഇതുവരെ എനിക്കത് നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവിടെ. എത്ര ദൂരെ ആയാലും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒത്തിരി വിദൂരത്തുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ആവേശത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നേടാൻ കഴിയാത്തത്, എന്താണ് പറ്റുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്ന ഹാങ്ഡ് മാന്റെ എനർജിയാണ്. എന്താണ്, എനിക്കൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ച് തലകീഴായി നിൽക്കുകയാണ്. മുന്നോട്ടും പോകാൻ വയ്യ, പിന്നോട്ടും പോകാൻ വയ്യ. മനസ്സിലായി? എന്നാൽ നല്ല ബുദ്ധിയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയാണ്.
എന്താണ് എന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് 1-2 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, എന്താണ് ഇനി വേണ്ടത്. നിങ്ങൾക്ക് നല്ല ഒരു തിരിച്ചറിവിലേക്ക് പോകാൻ സാധിക്കും. യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. നല്ലൊരു തിരിച്ചറിവിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ അവയർനെസ് കിട്ടുന്നതാണ്. നിങ്ങൾക്കിവിടെ ഒരു ബോധോദയം ഉണ്ടാകുന്നു, ബോധം വരുന്നുണ്ട് പല കാര്യങ്ങളിലും. എങ്ങനെ മുന്നോട്ട് പോകണം, ഇപ്പോൾ ചിന്തിച്ചു കുഴഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലേ? ഇപ്പോൾ ഏതൊരു കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ചിന്താമഗ്നരായിട്ടിരിക്കുന്നത്, അത് സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നത്, 1-2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്ന 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷന് വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടാവാം. എന്തോ നിങ്ങളിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്നു, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ തെറ്റ് ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ബന്ധനത്തിലാണ്ടിരിക്കുന്ന പോലെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഓരോ കാർഡിലും ഓരോ തരത്തിലുള്ള പിക്ചേഴ്സാണ്. ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. മനസ്സിലായി? ഒരുപാട് ദുഃഖിച്ചിരിക്കുമ്പോൾ തൻ്റെ സ്വന്തം സോൾമേറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി വന്നു ചേരാൻ, വ്യക്തികൾ ആരാണോ അവർ വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ അമിതമായുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ അടുത്തതായിട്ട് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തൊക്കെയോ ആരോടെങ്കിലുമൊക്കെ ഇത് തുറന്നു പറയണം. പല കാര്യങ്ങളും ഉള്ളിലുണ്ട്, പറയാനുള്ള കാര്യങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, പക്ഷെ പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എന്താണ്? പേടിയായിരിക്കാം, അല്ലേ? ഹൃദയം നിറയെ സ്നേഹമുണ്ട്, പ്രണയമുണ്ട്. അത് ഏതോ വ്യക്തിയോട് പറയണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ഒരു സമയത്ത് പറയണം എന്ന് വിചാരിക്കുന്നു, ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന അവിടെ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നു, ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും. സ്നേഹത്തിന്റെ കാര്യമായാലും സാമ്പത്തികത്തിന്റെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് എന്തിനൊക്കെയോ ഉള്ള അവസരങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്ന വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു. അവിടെ നിന്ന് നിങ്ങൾക്കൊരു തുടക്കം ഉണ്ടാകുന്നു. പഴയ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഇവിടെ ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്കതെല്ലാം നേടിയിട്ട് ഒരു പരിപൂർണത കൈവരികയാണ് ചെയ്യുന്നത്. ഇന്ന് റിലാക്സ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. കാരണം ജീവിതത്തിൽ സഫലത കൈവരുന്നുണ്ട്. ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു, നടക്കാൻ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു തുടക്കത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ ഏത് കാര്യമായാലും, ജോലിയാണോ, സാമ്പത്തികമാണോ, സ്നേഹമാണോ, പ്രണയമാണോ, എന്തായാലും അത് നിങ്ങൾക്ക് ഇവിടെ സാധിച്ചു കിട്ടുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. വിവാഹം നോക്കിയിരിക്കുന്നവർക്ക്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, ജോലി കാര്യത്തിനൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഇതൊക്കെ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പരിപൂർണമായ ഒരു പരിസമാപ്തിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. എന്നിട്ട് ജീവിതത്തിന്റെ നല്ലൊരു തുടക്കത്തിലേക്കും വരാൻ കഴിയുന്നു. ഇവിടെ നമുക്കിവിടെ ഇന്ന് തേഴ്സ്ഡേ അല്ലേ, അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കൂടി ഒന്ന് നോക്കാവേ. എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്? പേഷ്യൻസ്, നോക്ക് നോക്ക്. ഒരു കാർഡ് എടുക്കാവേ. ചാരിറ്റി. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങൾക്കും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ബോട്ടം വന്നിരിക്കുന്ന ടൈം ടു റിലാക്സ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. റിലാക്സ്, ഡു നോട്ട് ഹറി, യു ആർ വാച്ച്ഡ് ഓവർ
അവർ ആൻഡ് വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ. നിങ്ങൾക്ക് എന്താണ്, റിലാക്സ് ചെയ്യൂ, ഡു നോട്ട് ഹറി, ധൃതി കൂട്ടാതിരിക്കൂ, ഒരു കാര്യത്തിനും ധൃതി കൂട്ടരുത്. ഞാൻ പലപ്പോഴും പല റീഡിങ്സിലും പറയാറുള്ളതാണ്, നിങ്ങൾ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. മനസ്സിലായോ? ആ ധൃതി എന്ന് പറയുന്നിടത്ത് എന്താണ്, നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ദൈവാനുഗ്രഹം ഒന്നും വരില്ല. കാരണം നിങ്ങൾക്ക് അതിലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ലാതെയാവുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ധൃതി പിടിച്ച ഒരു കാര്യവും ചെയ്യാതിരിക്കൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റിലാക്സ് ചെയ്യാനുള്ള സമയം കൂടി എടുക്കൂ എന്നുള്ളത് പറയുന്നുണ്ട് ഏത് കാര്യത്തിലും. ഇവിടെ നോക്ക് ആൻഡ് ദ ഡോർസ് ഓഫ് പോസിബിലിറ്റീസ് വിൽ ഓപ്പൺ. നിങ്ങൾക്ക് അവസരങ്ങളുടെ വാതിൽ തുറക്കാൻ പോകുന്നു. നിങ്ങൾ തട്ടാത്ത കുഴപ്പങ്ങൾ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മുട്ടി നോക്കൂ, ഏത് വാതിലും നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങൾ അത്രമാത്രം കഴിവുള്ളവരാണ്. അതാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്. മനസ്സിലായോ? നിങ്ങൾ കഴിവ് നേടിയിരിക്കുന്നു, നേടുക, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നേടാൻ തുടങ്ങുന്നു, ആ കഴിവ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ പേഷ്യൻസ് ആണ്. ആൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് ആൻഡ് ലവ് വിൽ ഫോളോ. ഹാവ് പേഷ്യൻസ്. ഇവിടെ എന്താണ് പറയുന്നത്, എല്ലാ പ്രവർത്തികളും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. മനസ്സിലായോ? അപ്പൊ അതിനോടൊപ്പം എല്ലാ പ്രവർത്തികളും നിങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം കുറച്ച് സ്നേഹം കൂടി ചേർക്കണം. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുകയും വേണം. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത്. എല്ലാ പ്രവർത്തികളും, നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യം കൊടുക്കുന്നു, വളരെയധികം ദേഷ്യപ്പെട്ടാണോ കൊടുക്കേണ്ടത്? വളരെ സ്നേഹത്തോടുകൂടി കൊടുക്കണം, വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കണം. ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല ഒരു വ്യക്തികളോട്, മുഖം ഏർപ്പിച്ച് കാണിക്കാൻ പാടില്ല. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ ദുഷ്ടത നിങ്ങളുടെ ഉള്ളിലുണ്ടോ, എത്ര ശത്രുത ഉണ്ടായിരിക്കാം നിങ്ങളുടെ മുൻപിൽ, പക്ഷെ നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഏതൊരു കാര്യത്തിനും നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഏത് കാര്യവും തുടങ്ങുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടു കൂടി തുടങ്ങുക. അവിടെ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടും. ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, മോശമായാലും നല്ലതായാലും. മനസ്സിലായോ? അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പേഷ്യൻസ് കാത്തു രക്ഷിക്കൂ, പേഷ്യൻസ് രക്ഷിക്കൂ, അല്ലെങ്കിൽ പേഷ്യൻസ്, ക്ഷമയെന്ന് പറയുന്ന കാര്യത്തെ ശീലിക്കൂ, അതിന് ഉള്ളിൽ വെക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ചാരിറ്റി, ഗിവ് വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ് ഓഫ് യു. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും പാവങ്ങൾക്ക്, അർഹതയുള്ളവർക്ക് കൂടി കൊടുത്ത് സഹായിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് ആരെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ പറ്റിയാൽ അതും ഏറ്റവും നല്ല കാര്യമാണ്. അത് നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.